അതിന്റെ മോനെ ഇങ്ങോട്ടേക്കാ 5011. അയ്യവാ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ കിണറിന് ഹാഫ് സ്ലേവ് എങ്ങനെ അടിക്കൽ എന്നുള്ളത്. അത് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഈ കിണറുണ്ടോ, ഇത് വീടിൻ്റെ മുറ്റത്താണ്. ഇത് ഇതേപോലെ അൾമാറ കെട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ വീട്ടുകാർക്ക് സൗകര്യം ഇല്ലല്ലോ. അപ്പോൾ ഇതിന് ഹാഫ് സ്ലേവ് ഇങ്ങനെ അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള പലകൊന്നും നമ്മളെടുത്തില്ല. അങ്ങോട്ടേക്കാ അഡ്ജസ്റ്റ്മെൻറ്റ് സ്പാന്, തോണി, കോൺക്രീറ്റ് വയ്ക്കാനുള്ള ഷീറ്റ്, സൈഡ് വെക്കാനുള്ള സാധനം, എല്ലാ സാധനം നമ്മൾ വാടക എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ കിണറിന് എങ്ങനെയാണ് ഹാഫ് സ്ലേവ് അടിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിഷ്വൽസാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. ആ ടാപ്പിടിക്ക് അയ്യോ എൻ്റെ മോനെ വീണ കിണറ്റിക്കാ പിടിച്ചാ. കിണറിൻ്റെ വക്കത്ത് നിന്ന് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് ഉള്ളളവ്. ഇത് എത്ര ഉണ്ടെന്ന് അറിയോ? 2:45 ഉണ്ട് ഉള്ളളവ് ഇവിടുന്ന് ഇതുവരെ. അപ്പോൾ എത്ര ഉണ്ട്? 2:38 ഉള്ളൂ. പോരല്ലേ, കുറച്ച് നീക്കണ്ടേ? നമ്മളെ നാട്ടിൽ പൊതുവേ സെൻറ്ററിങ്ങിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് 3 ടൈപ്പ് സ്പാനാണ് വരുന്നത് അല്ലേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 6 മീറ്റർ വരെ പോകും, ഒന്ന് 4 മീറ്റർ വരെ പോകും, മറ്റേ ചെറുത് എത്രയാണ്? 2:20. അപ്പോൾ എന്തായാലും വേണ്ടില്ല, 2 സ്ക്രൂ മുറുക്കിക്കണ്. സാധനം കയറ്റല്ലേ? കൊട്ടേ ശ്രദ്ധിക്കുക വളരെയധികം. ഒരു മൂല ഉണ്ടെന്നാളി വെല്ല ആ കയറണോ? ഈവാ ആ നോക്ക് സെറ്റ് വെല്ല ആ എന്താ പാടി? നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ലേവിൻ്റെ കാട്ടിയും ഒരു 6-7 ഇഞ്ച് പുറത്തേക്ക് നോട്ടെ. സ്പാൻ എന്താ ലാഭം എന്നറിയോ? നമുക്ക് ഊരാൻ സുഖമാണ്. ഈ സ്പാൻ്റെ മറിക്ക് കോൺക്രീറ്റ് മൊത്തം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് വണ്ടി മൊത്തം കൊണ്ടുവന്ന് ഇവിടെ നിർത്താൻ പറ്റും. മുറ്റത്തേക്ക് സൗകര്യമായി. അപ്പോൾ വെള്ളം വെക്കണ ബാക്കിയുള്ള ഗ്യാപ്പാണ് ഈ കാണുന്നത്. ഒരാൾക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇത് കൂടെ സിമ്പിളാക്കി ഇറങ്ങാം. അങ്ങോട്ടൊക്കെ ഇത് കൂടെ സിമ്പിളാക്കി ഇറങ്ങാം. ഇത് എത്ര ഉണ്ടെന്ന് അറിയോ? ഇവിടെ നിങ്ങട്ട് ഏകദേശം 90 ഉണ്ട്. സെറ്റാട്ടോ. 1 മീറ്റർ പുറമരയൊക്കെ 1 മീറ്റർ പുറമര സ്പാൻ്റെ അവിടെ ഒരു കല്ലക്ക് ഞാൻ എൽറ്റി ഉണ്ടെന്നാ അവിടെ എൽറ്റി വേണ്ട. ഇത് ഷീറ്റ് വെക്കല്ലടാ. ഇതാ എവിടെ അല്ല ഊരാനുള്ള ബുദ്ധിമുട്ടില്ല. അത് മെഷീൻ വെക്കും. ഊരാൻ നിങ്ങൾ പേടിക്കാൻ വേണ്ട. അപ്പോൾ കണക്ക് പ്രകാരം സെൻറ്ററിങ്ങിൻ്റെ ഷീറ്റിൻ്റെ നീളം 1 മീറ്ററാണ്. അപ്പോൾ സ്പാൻ്റെ പുറത്തുനിന്ന് നമ്മൾ ഈ കൗങ്ങിൻ്റെ സെൻറ്റർക്ക് 1 മീറ്റർ കറക്റ്റ് കേട്ടോ. അപ്പോൾ അത് റെഡി. ആ സ്പിറ്റിലെടുത്ത സീറ്റിംഗ് അല്ലേ? സീറ്റിംഗ് ആണോ നോക്കിയാ നടയ്യ അതിൻ്റെ മോനെ ഏതാ കറക്റ്റ്. ഈ സ്പാന് ലെവലാണ്. അപ്പോൾ ഈ സ്പാൻമേൽ ഷീറ്റ് വെച്ച് കണ്ട് നമ്മളെ മറ്റേ കൗങ്ങ് റെഡിയാക്കൂട്ടോ. എന്നാ ആണ്ടയ്യ ധൈര്യം നോക്കിയാ. ആ ധൈര്യത്തിന് കൈ ഒരു നൂൽ കൊന്തണം. ഇത് വെക്കുമ്പോഴുള്ള ലാഭം എന്താ വെച്ചാൽ 2 കാര്യമാണ്. ഒന്ന് കൗങ്ങിന് സപ്പോർട്ടായി സംഭവം ബറാബറാട്ടോണ്ടിരിക്കുക. അത് നീക്കാം ഒന്നും നോക്കാനില്ല, സെറ്റാണ്. നമ്മളെ കിണർ സ്ലേവിൻ്റെ മെയിൻ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഒരൊറ്റ വലിയ സ്പാനും 2 കൗങ്ങും സെറ്റപ്പാക്കി ഷീറ്റ് വെക്കുകയാണിതാ. നേരെ കെട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങാത്ത കോലത്തിൽ ഇതാ കുറച്ചും പാടെ നീക്കുക. ഏകദേശം ഈ ലെവലിൽ 1 ആകൊണ്ട അതിമ കയറിക്കുക. അടുത്ത ഇതാ 2 അടുത്ത് നേരെ കയറിക്കുക. ഇതാ 3 അയ്യവ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ചക മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടോ, ഇവിടെ മാത്രമേ വക്കുണ്ടാവുള്ളൂ. അതെങ്ങനെ തിരിച്ചും മറിച്ച് വെക്കാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ കെട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പൊളിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടും. ഇതാ ഇങ്ങനെ വെച്ച് ഇപ്പോൾ ഈ സമയത്ത് ഇതാ റൗണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഈ മൂല കെട്ടിനുള്ളിൽ കുടുങ്ങും. അപ്പോൾ എന്താ ചെയ്യുക? അത് കുറച്ച് ഇങ്ങോട്ടാക്കിക്കുക. നോക്കിയാൽ ഇപ്പോൾ സംഭവം നേക്കായി. ഇവിടെ ഒരു പലട്ട് എടുത്താൽ മതി. അങ്ങനെയാണ് പണി. 2 സൈഡിലും പാറ കുറച്ച് പൊട്ടിച്ച് കണ്ട് വീണ്ടും ഒരു കൗങ്ങിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെക്കണ ഷീറ്റ് കാണിച്ചു തരാം. കൊണ്ടാ 40 വീതി. ഈ ഷീറ്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇതാ 1 മീറ്റർ നീളം ഉണ്ടാവും. പക്ഷേ ഈ കാണുന്ന സീറ്റ് 50 വീതി, ഇത് 40 വീതി. ഇനി ഇതേപോലത്തെ 30 വീതിയൊക്കെ ഉണ്ട്. പല സാധനവും അവൈലബിൾ ആണ്. അത് എടുത്തുകാണ്ട് ഇവിടെ വെക്കുക. എല്ലാ സാധനം ഇവിടെ സെറ്റാട്ടതാ. കെട്ടിനുള്ളിൽ കയറിയില്ല. ഇതാ റൗണ്ട് ഇത് കൂടെയാണ് പോവുക. അപ്പോൾ അത് സെറ്റ്. ഇനി 2 പല വെക്കുക. കുറച്ച് മമ്മുണ്ണി പ്ലൈവുഡ് ഷീറ്റ് പരത്തുക. ലാസ്റ്റ് പലകാണ് വെക്കണത്. 8 വീതി മാവിൻ്റെ പല കേട്ടോ.
ഇതിങ്ങോട്ട് പിടിക്കുക, ഇങ്ങോട്ട് വെക്കുക, സെറ്റ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതിലേക്ക് കല്ല് പൊളിച്ചത് വെക്കുക. അങ്ങോട്ടൊക്കെയാണ് എല്ലാ കാര്യം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ചെയ്യാർക്കും അതാണ് നമ്മളെ പണി പറഞ്ഞാൽ. ഇതിവിടെ സെറ്റായി. മറ്റെടുത്താ ഇതിങ്ങനെ എടുത്തുകാണ്ട് ഇത് ഇവിടെ ഇടുക. ഇവിടേക്കാ സംഭവം നേക്കായി. സൈഡ് വരട്ടെ. അങ്ങോട്ട് കയറിക്കോ. അനക്ക് ഇനി ധൈര്യമായിട്ട് കയറാം. ഇത് കയറിയിട്ട് നമ്മളെ സ്ട്രക്ചർ ഒരു നൂലിൽ താവുകയാണെങ്കിൽ ഇവിടെ പൊളിച്ചിട്ട് പോകും. നമ്മളിന്ന് ഉള്ള സാധനം വെച്ച് കണ്ട് പണിയെടുത്ത് പഠിക്കണം. അതിന് തന്നെയാണ് കായ്. നമ്മളെ പഞ്ചായത്തിലെ മെമ്പർ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും പേടിക്കാനില്ല. വികസനത്തിൽ മാത്രമല്ല, ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഐഡിയ വാരിക്കോരി എറിഞ്ഞു കൊടുക്കുകയാണ്. ഈ കല്ലിൻ്റെ മുകളിൽ വെച്ചാ ഇതാ പോരാ. ഇപ്പം സാധനം എന്തായി? നീക്ക്. ഇപ്പം സംഭവം ദമ്മായില്ലേ? ഇതിൻ്റെ മുകളിലും അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചാൽ മതി. അത് നീ ഇങ്ങോട്ട് കുറച്ചേ. ഇതാണ് 30. ഇങ്ങോട്ടേക്കാ ഒരടി കയറിയാണ്. ഒന്നും കുറയ്ക്കണ്ടല്ലോ കമ്പിയൊന്നും. ദമ്മായിക്കോട്ടെ. ഇതാണ് 12-ന്റെ കമ്പി കേട്ടോ. ഭീമിന് 12-ന്റെ കമ്പി. നമ്മളെ ക്ലൈൻറ്റ് ഇന്ന് ഇവിടെ പണിക്ക് നിൽക്കാതെ രാമനാട്ടിലെ പണിക്ക് പോയിന്. ഓനെ ലീവാക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളെ സൈറ്റിൽ 2 ഉടക്കമുള്ളൂ. അതുകൊണ്ട് 2 ആളാണ് കമ്പി കെട്ടണത്. പിന്നെ പല കാര്യം എന്താ വെച്ചാൽ ഭീമിന് കമ്പി കെട്ടുന്ന സമയത്ത് കെട്ടമ്പി ഡബിളിൽ നിന്ന് തന്നെ 2 അവിടേക്കാ വേഗം കൊടുക്കുക കേട്ടോ. അപ്പോൾ പണി സ്പീഡിൽ നടക്കും. ഇതാ അടുത്ത 2 ഇവിടെ സെറ്റാണ്. എമ്മാര് നേക്ക്, എമ്മാര് സ്പീഡ് പണിയില്ലേ. ഭീമ് വെച്ചാലേ മറ്റേ കമ്പീൻ്റെ ഒക്കെ അളവെടുക്കാൻ പറ്റുള്ളൂ. പൊടി ഇതാ ജോയിൻ്റ് മേലേക്ക്, ജോയിൻ്റ് മോൾക്ക് ഒന്നും പാടെ ജോയിൻ്റ് മോൾക്ക്. അയ്യവാ ജോയിൻ്റ് മോൾക്ക് വരണം. സെറ്റല്ലേ? ഇവിടെയും ഒരടി കയറി, അവിടെയും ഒരടി കയറി. ഏത് ലെങ്ത്തുള്ള കമ്പി ഉണ്ടെന്നാലും മാക്സിമം എന്ത് ചെയ്യുന്നതരോ ഇതേപോലെ വെച്ച് കണ്ട് ഇരുന്നുണ്ട് വളയ്ക്കുക. അതിൻ്റെ ശേഷം ലിവർ ഉപയോഗിച്ചാൽ മതി അല്ലേ? സെറ്റ്. ഏൽക്കണില്ല. 12-ന്റെ കമ്പി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. 12-ന്റെ കമ്പിമേൽ പണിയെടുത്ത് പഠിച്ചിരിക്കുകയാണെങ്കിൽ ദുനിയാവിൽ ഓടിയും സെൻട്രിങ്ങാരനാവും. എന്തേ അതേപോലെ കോൺക്രീറ്റ് അല്ലേ? പക്ക ദമ്മ് സാധനം കേട്ടോ. അടുത്തത്ര 251. 251. അപ്പോൾ 241 ഉണ്ടോ? 241. ടാപ്പിടി 251 241. ടാപ്പേ 251. ഓക്കെ. ഒന്ന് 90. അതിന് 12 നിർത്താ 10 നിർത്താ പോരെ? മതി. ഒന്നും വേണ്ട. 170. 170 വേണ്ട. ടാപ്പ് 165. 2. തോണി സെറ്റിംഗ് ആണ്. ഈ സൈഡ് വെച്ചത് നമ്മൾ തേപ്പിനും പടവിനൊക്കെ ഹൈറ്റ് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. ആ കടയിൽ നിന്ന് തന്നെ കിട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ സൈഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ആർക്കാറിൻ്റെ റിങ്ങാണ്. ഇവിടെ ഞങ്ങൾ 3 ലെങ്ത്ത് 12ഉം 2 ലെങ്ത്ത് 10-ന്റെ കമ്പി വാങ്ങിയിട്ടുണ്ട്. അതിൽ ഭീമിന് 4 കമ്പി 12. ഓക്കെ. പിന്നെ ഈ സ്ട്രെയിറ്റ് വരുന്ന കമ്പി ഉണ്ടല്ലോ, അതായത് നീളത്ത് പോണ സ്ട്രെയിറ്റ്, അതൊക്കെ 12ആണ്. ഡിസ്ട്രിബ്യൂട്ടർ അതായത് ബലങ്ങ് കൊടുത്ത കമ്പി 10 കൊടുത്തത്. ഈ പണിക്കും വേണ്ടിയിട്ട് 8M-ന്റെ കമ്പി ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഹെവി ലോഡ് വണ്ടി വരാനുള്ളതാണല്ലോ. അപ്പം ഹെവി കമ്പിപ്പണി കേട്ടോ. ഞാൻ ബില്ല് കാണിച്ചു തരാം. ഇവിടെ എവിടെയോ ബില്ലുണ്ട്. ഇങ്ങോട്ടേക്കാ ആൾക്കാർക്ക് ഫുള്ള് തെളിവാണ് കാണിച്ചു കൊടുക്കണത്. ഇനി പേപ്പർ വെക്കണം, വെള്ളം പാരണം, കവറിങ് വെക്കാണ്ട് എല്ലാ തരികിട പണി നമ്മുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ടേക്കാ കമ്പി 44 കിലോന് 66 റുപ്യാണ് കമ്പിക്ക് വില. 2999. റിങ്ങിന് മാത്രം 312. 4 ചാക്ക് AC സിമെൻറ്റ് 1560. MS അത് കെട്ടമ്പി അത് വണ്ടിക്ക് കൂലി 150. എല്ലാം പാടെ എത്ര അറിയോ? 5011 റുപ്യ. ഇങ്ങോട്ടേക്കാ 5011. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ചിലവ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സംഭവം ഫുള്ള് തെറ്റായില്ലേ? കോൺക്രീറ്റ് വയ്ക്കല്ലേ? കോൺക്രീറ്റ് തുടങ്ങിയാണ്. കോൺക്രീറ്റിൻ്റെ റേഷ്യോ പറഞ്ഞുതരാം. ഒരു ഫുൾ ചട്ടി സിമെൻറ്റിന് 2 കൊട്ട മെറ്റൽ 1 കൊട്ട എംസാൻഡ്. എന്തേ ഇത് ഈ മൂലയിൽ കൊണ്ടുപോയിട്ട് കേട്ടോ. വെള്ളയ്ക്ക് 1.5 ബക്കറ്റ് വെള്ളം. അയ്യവാ ഒക്കെ ഒഴിച്ച് കാണിച്ചു കൊടുക്കുക. ആൾക്കാരെല്ലാവരും എല്ലാം പഠിക്കട്ടെ. അത് വേണം. 1.5 ബക്കറ്റ് മതി. പോട്ടെ വലിയ നല്ല പസറമുള്ള കോൺക്രീറ്റാ. പോട്ടെ അതാ ഈ മൂലമെന്ന് പഠിക്കും. സൈഡത്ത് പഠിക്കും. സൈഡത്ത് ഇതവിടെ നല്ല പസറമുള്ള കോൺക്രീറ്റ് കേട്ടോ. വെള്ളം ഓവറാക്കണോ. ചാമ്പിയറ്റ് ഇനി ആർക്കും റെസ്റ്റ് ഇല്ല.
അയ്യോ ചട്ടി ചേച്ചിട്ട് ബീഡിങ്ങിന്റെ വീതി 8 ഇഞ്ചാണ്. ചെങ്കല്ലോണ്ട് പടുക്കാനുള്ളതാണ്. പിന്നെ ബീഡിങ്ങിന് കോൺക്രീറ്റ് കൂട്ടുമ്പോൾ കുറച്ച് മെറ്റലാണ്ട് കുറയ്ക്കും. അത് എന്തിനാ വെച്ചാൽ ഒരു പ്രസർമം ഉണ്ടായിക്കോട്ടെ. കുലുക്കല്ലി എല്ലുമ്പാടെ കെട്ടി പറഞ്ഞ അടിക്ക് പോവും. വെല്ല എടുത്താൽ മതി ഇവിടേക്കാ. ഏതാ പണി ഒരൊറ്റ വലിയ അതേപോലെ ഒരൊറ്റ വലിയ ഇതിങ്ങനെ വലിക്കുക. കുറച്ച് ആ മതി. ലാസ്റ്റ് പെട്ടതാ ഒറ്റ കോരി അയ്യോ ആ മതി ഔട്ട്. അത് മതി. ഏതാ സാധനം എന്ന് പറയാം. അപ്പോൾ ചങ്ങായിമാരെ, രാവിലെ മുതൽച്ചുള്ള മഴ വക വെക്കാതെ ക്ലൈൻറ്റ് ഞങ്ങൾ ഏൽപ്പിച്ച വർക്ക് പക്ക വൃത്തിയായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ഫൂട്ട് എംസാൻഡ്, 20 ഫൂട്ട് മെറ്റൽ, 4 ചാക്ക് സിമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരുപാട് വീട്ടിൽ ചെയ്യാനുണ്ടാവും. ചെയ്യാനുള്ള A to Z കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന്. ഇനി ഇത് പല പൊളിക്കണം പഠിക്കണം. അതിൻ്റെ വിഷ്വലി നമ്മൾ നെക്സ്റ്റ് കാണിച്ചു തരണ്ടേ.